നമസ്കാരം, STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജാഗരൻ ഭാരത് ദേശീയോദ്ഗ്രഥന ക്യാമ്പിന് കൊടുങ്ങല്ലൂരിൽ ഔപചാരിക തുടക്കം. കൊടുങ്ങല്ലൂരിൽ അക്രമം തുടരുന്നു. മേത്തലയിൽ CPM പ്രവർത്തകന്റെ ബൈക്ക് കത്തിച്ചു. ചാലക്കുടി MP തിരഞ്ഞെടുക്കപ്പെട്ട ഇന്നസെന്റിന് തീരദേശത്തെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. ഭാഷയ്ക്കതീതമായ ദേശബോധത്തിന്റെ ഒത്തൊരുമ വിളിച്ചോതി ജാഗരൻ ഭാരത് ദേശീയോദ്ഗ്രഥന ക്യാമ്പിന് കൊടുങ്ങല്ലൂരിൽ ഔപചാരിക തുടക്കം. കോട്ടപ്പുറത്ത് നടന്ന ചടങ്ങിൽ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. A hearty welcome to this beautiful land of Kerala. To all of you who are gathered here from various parts of India. India is a huge country and largest democracy in the world. As a nation, we uphold the principle of unity in diversity. It is with this aim and objective that the Kerala State Youth Welfare Board is organizing this Jagran Bharat to promote the feeling of oneness and unity among the youth of India. ലോകത്തിലെ ഏറ്റവും വിവിധമാർന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. യുവജനങ്ങളുടെ അറിവും കഴിവും മനോഭാവമാണ് ഒരു രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. വ്യത്യസ്തമായ ഭാഷകളും ചിന്തകളും ആചാരങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുമ്പോഴും ഭാരതം ഒന്നാണ് എന്ന ചിന്തയാണ് നമ്മുടെ ഏവരുടെയും ശക്തി. കാശ്മീരും മണിപ്പൂരും ഗുജറാത്തും തെലങ്കാനയും തമിഴ്നാടും കർണാടകവും കേരളവുമെല്ലാം ഒത്തുചേരുമ്പോഴാണ് വിഭവസമൃദ്ധമായ സദ്യ പോലെ നമ്മുടെ സാംസ്കാരിക പൈതൃകം സമ്പന്നമാവുന്നത്. എത്ര മനോഹരമായ മുത്തുകളായാലും അവ ഒരു നൂലിൽ കോർക്കിടുമ്പോഴാണ് മാലയായി മാറുക. അങ്ങനെ ഒരേ നൂലിൽ കോർത്ത വർണ്ണ മനോഹരമായ മാലയായി എന്നും ഭാരതത്തിൽ നിന്ന് നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ്. TN പ്രതാപൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ PS പ്രശാന്ത്, നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി തുടങ്ങിയവരും പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂരിൽ അക്രമം തുടരുന്നു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മേത്തലയിൽ വീണ്ടും രാഷ്ട്രീയ അക്രമം അരങ്ങേറി. മേത്തലയിൽ DYFI മേഖലാ കമ്മിറ്റി അംഗം എരമംഗലത്ത് ജലീലിന്റെ മോട്ടോർ ബൈക്ക് അക്രമികൾ തീവെച്ച് നശിപ്പിച്ചു. കണ്ടംകുളത്തുള്ള ജലീലിന്റെ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ബൈക്ക് രാവിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് CPM ലോക്കൽ സെക്രട്ടറി KS കൈസാബ് ആവശ്യപ്പെട്ടു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പഞ്ചായത്ത് പരിധിയിലുള്ള ഹോട്ടലുകൾ, ബേക്കറികൾ, കൂൾബാറുകൾ എന്നീ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വൃത്തിഹീനമായ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ചില സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാലയ പരിസരത്തെ കടകളിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ അനുകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിൻജു ജേക്കബ്, K രാജഗോപാൽ, പഞ്ചായത്ത് ജീവനക്കാരായ KS വിപിൻ, വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തൃപ്പയാറിൽ ദേശീയപാതയോരത്തെ കാനകളിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് നടപടിയെടുക്കുന്നത്. കാന തുറന്ന് പരിശോധിച്ചതിനെ തുടർന്ന് ഏതാനും സ്ഥാപനങ്ങളിൽ നിന്നും കാനയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിരുന്നു. തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് വടക്കു ഭാഗത്ത് റിലാക്സ് ഹോട്ടൽ എന്ന സ്ഥാപനം അധികൃതർ അടപ്പിച്ചു. സ്ഥാപനത്തിൽ നിന്നും മലിനജലം പൈപ്പിലൂടെ കാനയിലേക്ക് ഒഴുക്കിവിടുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പൈപ്പ് നീക്കം ചെയ്ത് മലിനജലം ഒഴുക്കിവിടുന്നത് നിർത്തിയാൽ മാത്രമേ സ്ഥാപനം തുറക്കുവാൻ അനുവദിക്കൂവെന്ന് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കലും ഹെൽത്ത് ഇൻസ്പെക്ടർ CV ഡേവിസും പറഞ്ഞു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TP അനൂഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ TK പ്രസാദ്, KP സുഗദാസ് തുടങ്ങിയവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട NREG വർക്കേഴ്സ് യൂണിയൻ മെയ് 28 നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചിന് മുന്നോടിയായുള്ള വാഹന പ്രചാരണ ജാഥയ്ക്ക് കയ്പമംഗലത്തെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ചന്ദ്രാപ്പനിയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ NREG വർക്കേഴ്സ് യൂണിയൻ എടത്തിരുത്തി പഞ്ചായത്ത് സെക്രട്ടറി രത്ന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ TK വാസുവിന് പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി.
ജാഥ മാനേജർ പി തങ്കം ടീച്ചർ, ജയ്മോൻ, KR ഹരി എന്നിവരും സംസാരിച്ചു. ഈ വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല, ആണോ? വെയിലും മഴയും കൊണ്ട് എല്ലാ വൃത്തികേടുകളും നീക്കാൻ വേണ്ടി ചളിയിലും മണ്ണിലും ഒക്കെ പണിയെടുക്കുന്നവർ. പക്ഷേ അങ്ങനെയുള്ള പണി പോലും ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ത്രിശങ്കു സ്വർഗത്തിലാണ്. തൊഴിലുറപ്പ് ത്രിശങ്കു സ്വർഗത്തിൽ. ഇത് വേണ്ട എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. ഇതിനെ ഇല്ലാതാക്കാം. പക്ഷേ നിയമം മൂലം ഇല്ലാതാക്കാൻ പറ്റില്ല. ഏത് സർക്കാർ വന്നാലും ഒരു നിയമം കൊണ്ടുവന്ന് ഇതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ തൊഴിലാളി എന്ന് പറയണം ഇത് വേണ്ട എന്ന് പറഞ്ഞ് പോട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരുകളുടെ സൂത്രം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഡിസംബർ മാസത്തിൽ പണി ചെയ്തപ്പോൾ നമുക്ക് കൂലി തന്നോ? ഡിസംബറിൽ കൂലി കിട്ടിയോ? ഇവിടെ കിട്ടിയില്ല. ജനുവരിയിൽ കിട്ടിയോ? ഇല്ല. ഫെബ്രുവരിയിൽ കിട്ടിയോ? ഇല്ല. മാർച്ചിൽ കിട്ടിയോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? തൊഴിലാളികള് പഞ്ചായത്തിന്റെ അവിടേക്ക് അതിശക്തമായ സമരവുമായി പോയി. പെരിഞ്ഞനത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ TK വാസു, മാനേജർ പി തങ്കം ടീച്ചർ, CM വേലായുധൻ, EG സുരേന്ദ്രൻ, വിജയലക്ഷ്മി ബാലകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ടീച്ചർ പെരിഞ്ഞനത്തുകാരോടാണ് ചോദിച്ചത്, പെരിഞ്ഞനത്തുകാര് എന്തായാലും വരില്ലേ എന്ന്. അപ്പൊ പെരിഞ്ഞനത്ത് കയ്യടിയുടെയും ശബ്ദത്തിന്റെയും കുറച്ച് കുറവ് വന്നപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പൊ അപ്പുറത്ത് മതിലകക്കാരും ഉണ്ട്. അപ്പൊ അത് കാരണം മതിലകത്തേരോട് ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവര് കയ്യടിക്കാതെയും അതുപോലെ തന്നെ കാര്യങ്ങൾ പറയാതിരുന്നു. തീർച്ചയായും മതിലകത്തെയും പെരിഞ്ഞനത്തെയും നമ്മുടെ സംഘടനയുടെ അംഗങ്ങളാകമാനം ഈ പരിപാടിയിൽ വന്നിട്ടില്ല. ഇനിയും വരാനുണ്ട്. കാരണം പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് പറയാൻ കുറച്ച് പ്രയാസമായി. ചിലർ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ വീട്ടിലിരിക്കണവരോട് വീട്ടിൽ പോയി പറയണം. ഇല്ലെങ്കിൽ എന്താ പറയേണ്ടത്? ഇപ്പൊ ഈ സമരത്തിന് വന്നില്ലെങ്കിൽ എന്നും വീട്ടിലിരിക്കേണ്ടി വരുന്ന അവരോട് പറയണം. അപ്പൊ വീട്ടിലിരിക്കാതെ ഈ സമരത്തിന് വന്നാൽ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ നമുക്ക് സംരക്ഷിക്കാനാവും. നമ്മുടെ കൈവെള്ളയിലേക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി വെച്ചു തന്നത് ഇന്ത്യ രാജ്യത്തിനകത്ത് ഇടതുപക്ഷത്തിന് ഇന്ത്യയുടെ ഗവൺമെന്റിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായ ഘട്ടത്തിലാണ്. എന്നെ കേൾക്കുന്ന മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്ക്, ഏത് രാഷ്ട്രീയ പ്രവർത്തകർക്ക്, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, ലീഗ് ആകട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് കക്ഷി രാഷ്ട്രീയമല്ല പറയണത്. ഞങ്ങള് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ രാഷ്ട്രീയമാണ് പറയണത്. ഇതെങ്ങനെ വന്നത്? ഇന്ത്യ രാജ്യത്തിന് UPA ഗവൺമെന്റിന് നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല. NREG വർക്കേഴ്സ് യൂണിയൻ കളക്ടറേറ്റ് മാർച്ചിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിലും സ്വീകരണം നൽകി. PC ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ TK വാസു, മാനേജർ P തങ്കം ടീച്ചർ, MC ശശിധരൻ, ശാന്തി ഭാസി, AS ദിനകരൻ എന്നിവരും സംസാരിച്ചു. ഇടവേള.